ഹായ്, വെൽക്കം ടു ലേണിംഗ് ന്യൂക്ക്. ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ്സിലെ 42nd അമെൻമെൻ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ്സിൻ്റെ ഇതിനു മുൻപുള്ള ക്ലാസ്സസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. 42nd അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1976 ഇസ് നോൺ ആസ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വരുത്തിയ ഒരു ഭേദഗതി ആയതുകൊണ്ടാണ് ഇതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇന്ദിരാഗാന്ധിയായിരുന്നു ഈ സമയത്തെ പ്രധാനമന്ത്രി. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഈ ഭേദഗതി നിലവിൽ വന്നത്. പ്രിയമ്പിളിൽ ചേഞ്ച് വരുത്തിയിട്ടുള്ള ഒരേ ഒരു ഭേദഗതിയാണിത്. 3 new words, socialist, secular and integrity were added in the preamble to the Indian Constitution. Part 4A and 14A were added to the Constitution. 10 fundamental duties were added under Part 4A. Part 14A is dealing with administrative tribunals. Part 4Aയിൽ ആർട്ടിക്കിൾ 51Aയും പാർട്ട് 14Aയിൽ ആർട്ടിക്കിൾ 323A, 323B ഇവയുമാണ് കൂട്ടിച്ചേർത്തത്. ലോകസഭയുടെയും സംസ്ഥാന അസംബ്ലികളുടെയും കാലാവധി 5 നിന്നും 6 വർഷമായി ഉയർത്തി. ഇത് 44ാം ഭേദഗതി വഴി പുനഃസ്ഥാപിക്കുകയുണ്ടായി. ഇറ്റ് ഷിഫ്റ്റഡ് 5 സബ്ജക്ട്സ് ഫ്രം സ്റ്റേറ്റ് ലിസ്റ്റ് ടു ദ കൺകറന്റ് ലിസ്റ്റ്. The lists were education, forests, weights and measures, protection of wild animals and birds, administration of justice. It made the president bound to the advice of the cabinet. അതായത് മന്ത്രിസഭ നൽകുന്ന ഉപദേശം അനുസരിച്ച് മാത്രമേ രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് വ്യവസ്ഥ ചെയ്തു. It tried to give primacy to directive principles of fundamental rights. അതുപോലെ ഇന്ത്യയിലെ ഒരു പ്രദേശത്ത് മാത്രമായി 352 പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാമെന്നും പ്രസിഡന്റ് ഭരണം ഒരു ഉത്തരവിലൂടെ 1 വർഷത്തേക്ക് നീട്ടാമെന്നും വ്യവസ്ഥ ചെയ്തു. പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും കോറം ആവശ്യകത ഒഴിവാക്കി. അതുപോലെ 1971 സെൻസസ് അടിസ്ഥാനമാക്കി 2001 വരെ ലോകസഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും സീറ്റുകൾ തീരുമാനിക്കാമെന്ന് വ്യവസ്ഥ ചെയ്തു. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അമെൻമെൻ്റ് ആണിത്. എല്ലാ പോയിൻറ്സും ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു ഓൾ.